കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിനിയായ നഫീസ അവർ കുളു മണാലിയിൽ പോയി നിന്നിട്ട് ഐസൊക്കെ വാരി എറിഞ്ഞ് ഭയങ്കര സന്തോഷം ഒരു വീഡിയോ ഭയങ്കര വൈറലായി. അതിനെതിരെ അവരുടെ മതത്തിൽപ്പെട്ട തന്നെ ഒരു ഉസ്താദോ മറ്റോ ഭയങ്കര വിമർശനം. അതിന് ഈ നഫീസയുടെ മകൾ കൃത്യമായിട്ട് മറുപടി കൊടുത്തു. എന്താ, വിധവയായി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ലോകം കാണാൻ പോയിക്കൂടെ? എന്താണ് അപ്പോൾ ഒരു വിഭാഗത്തിൽ നടക്കുന്നത്? സ്ത്രീകൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യം കൊടുക്കുന്ന മതം ഇസ്ലാമാണ്. ആണ്, എത്രയോ വേദികളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? അതെ. ഇപ്പോൾ ഇബ്രാഹിം സഖാഫി കാന്തപുരം വിഭാഗത്തിൻ്റെ മതപ്രഭാഷകനാണ്. അങ്ങനെയാണ് പറഞ്ഞത്, ഈ ഭർത്താവ് മരിച്ചിട്ട് 25 വർഷമായില്ലേ, ഇനിയിപ്പോൾ വല്ല ദിഖറും സലാത്തും ഒക്കെ ചൊല്ലി വീട്ടിലിരിക്കണം, വീടിൻ്റെ മൂലക്കിരിക്കണം, വീടിൻ്റെ മൂലക്കിരിക്കണം. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമാണ്. കാരണം സ്ത്രീകൾ ജോലി ചെയ്യേണ്ട, വീടിൻ്റെ മൂലക്കിരുന്നാൽ അവർക്ക് അവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടും, ഭക്ഷണം കിട്ടും, വസ്ത്രം കിട്ടും, പിന്നെന്ത് വേണം? സ്വാതന്ത്ര്യമില്ലേ? ഒരു കാര്യവും ചെയ്യേണ്ട, സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുക. അതിൽ പരം സ്വാതന്ത്ര്യം വന്നിട്ടോ അല്ലേ? ലോകം എന്നറിയണ്ടേ? എന്തിന് പുറത്തേക്ക് ലോകത്ത്? എൻ്റെ പൊന്നു സിനു, മുമ്പ് കുറേ ഒരു പോസ്റ്ററുകൾ നാട്ടിൽ കണ്ടിരുന്നു, സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. സ്ത്രീകളെ അധികാരം ഏൽപ്പിക്കുന്ന ആ നാട് മുടിഞ്ഞു പോകും എന്തൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു. SYSFO എന്നൊക്കെ ഒരു സംഘടനയുടെ പേരിൽ പ്രിന്റ് ചെയ്ത പോസ്റ്റർ. അതിന് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കി, അത് തപ്പിയെടുക്കാൻ പറ്റും, നോക്കാം. അങ്ങനെ ഒരു പോസ്റ്റർ പതിച്ചിരുന്നതിൻ്റെ ചിത്രം വന്നിരുന്നു. സ്ത്രീകൾ എവിടെ അധികാരത്തിൽ വരുന്നോ അവിടെ മുടിഞ്ഞു പോകും. അപ്പം ഡൽഹി മിക്കവാറും മുടിഞ്ഞു പോകും അല്ലേ? ഡൽഹി മുടിഞ്ഞു പോകും. കാരണം ഇന്നലെ രേഖാ ഗുപ്ത മുഖ്യമന്ത്രിയായി. ഡൽഹി മുടിഞ്ഞു പോകും. പിന്നെ ഇന്ത്യ മുടിഞ്ഞു പോകും. ഇന്ത്യയുടെ ഖജനാവ് സൂക്ഷിക്കുന്ന നിർമ്മല സീതാരാമനാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാണ്. അന്ന് രാജ്യം മുടിഞ്ഞേ പോയി. ഇറ്റലി മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ ബഹിരാകാശം മുടിഞ്ഞു പോകും. സുനിത വില്യംസ് അവിടെ സ്പേസിലുണ്ട്. അപ്പോൾ ലോകത്ത് സ്ത്രീകൾ എല്ലാ രംഗത്തും പുരുഷനൊപ്പമോ ചില ഘട്ടങ്ങളിൽ പുരുഷനേക്കാളും മീതെയോ. ഇപ്പം അമേരിക്ക എന്തായാലും ഇസ്ലാമിസ്റ്റുകൾക്ക് വലിയ സന്തോഷമായിരിക്കും. അമേരിക്ക രക്ഷപ്പെട്ടു. കാരണം മറ്റേ കമലാ ഹാരിസ് ജയിച്ചില്ല. ഇല്ലെങ്കിൽ അമേരിക്ക മുടിഞ്ഞു പോയത്. അപ്പോൾ ലോകത്ത് ഞാൻ പറഞ്ഞു വന്നത്, ലോകത്ത് എല്ലായിടത്തും പുരുഷനൊപ്പമോ ചിലയിടങ്ങളിലെങ്കിലും പുരുഷനേക്കാൾ ഒരു പടി മുന്നിലോ സ്ത്രീ നിൽക്കുകയാണ് അല്ലേ? സ്ത്രീ ഫിസിക്കലി പോലും പുരുഷനേക്കാളും താഴെയല്ല എന്ന് തെളിയിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചിത്രം കണ്ടു. ഉത്തർപ്രദേശിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഉത്തർപ്രദേശിലെ ഒരു പോലീസുകാരി നിൽക്കുന്നു. പോലീസുകാരി എങ്ങനെയാണ് നിൽക്കുന്നത്? കയ്യിലൊരു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കെട്ടിയിട്ട് കയ്യിൽ ലാത്തിയുമായ റെയിൽവേ സ്റ്റേഷനിൽ പോലീസുകാർ. എനിക്കതിനോട് വ്യക്തിപരമായി യോജിപ്പില്ല കേട്ടോ. കാരണം ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഒരു പോലീസുകാരുടെ ഡ്യൂട്ടി സമയത്ത് മുഴുവൻ ഇങ്ങനെ ആ കാലുഷ്യം എല്ലാം എപ്പോഴും സമാധാനപരമായി നിൽക്കേണ്ട പണിയൊന്നുമല്ല. ഒരു അക്രമിയെ നേരിടുന്ന സമയത്ത് കുഞ്ഞ് നെഞ്ചോട് ചേർത്തുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഒരു സേഫ്റ്റി പ്രശ്നമാണ്. പിന്നെ ഈ കുഞ്ഞ് ഉറങ്ങേണ്ട ഇങ്ങനെയാണോ? അല്ല, സ്വാഭാവികമായി. അപ്പോൾ അത് വലിയ മഹത്തരമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു ഷോ കാണിക്കലായിട്ടേ കരുതുള്ളൂ. കാരണം ആ സ്ത്രീക്ക് ഒരു 1 ലക്ഷം രൂപ അടുത്ത് മിനിമം ശമ്പളം ഉണ്ടാവും. അവരുടെ ഭർത്താവ് റെയിൽവേയിലെ മറ്റോ, രണ്ടുപേർക്കും കൂടെ ഒരു 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്. അല്ലെങ്കിൽ കുഞ്ഞൊന്ന് പറക്ക മുറ്റുന്നവരെ ഒരു ലോസ് ഓഫ് പേ ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കാം. അതൊരു ഷോ ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്നാൽ പോലും സൈന്യത്തിലുണ്ട്, പോലീസിലുണ്ട്, മാതൃത്വം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും ഇത്തരം രംഗങ്ങളിൽ സ്ത്രീ വരുന്നുണ്ട്. അപ്പോൾ ആ രംഗത്ത് അപ്പം ഷെയ്ഖ് ഹസീന അത് ഹറാമായതുകൊണ്ടാണല്ലോ ഷെയ്ഖ് ഹസീനെ ഓടിച്ചത് അല്ലേ? അത് ശരിയാണ്. സ്ത്രീ ഇതൊന്നും പാടില്ല. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ, സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫലത്തിൽ അങ്ങനെയല്ല. ഇപ്പം സ്ത്രീകൾക്ക് ഇപ്പം സ്വത്തിൻ്റെ അവകാശം നോക്കൂ. പുരുഷനുള്ള അവകാശം സ്ത്രീക്കില്ല. അതിന് പറയുന്നത് സ്ത്രീക്ക് സ്വത്തൊന്നും ഇല്ലെങ്കിലും അവളെ ജീവിതകാലം മുഴുവൻ പോറ്റി വളർത്തുന്ന പുരുഷൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് സ്വത്ത് വേണ്ട, സ്ത്രീ പഠിക്കണ്ട. നീ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം കിട്ടി അതിൻ്റെ സമ്മാനം വാങ്ങാൻ വേദിയിൽ പെൺകുട്ടികൾ വന്നാൽ അവരെ അപമാനിച്ചു വിടും മതപണ്ഡിതർ. അപ്പം മതപണ്ഡിതർ ഇതിങ്ങനെ പറയുമ്പോൾ ഇവർ ചോദിക്കുന്നത്, മതപണ്ഡിതർ പറയുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം ചോദിക്കുകയാണ്. ഇസ്ലാമിസ്റ്റുകൾ ചാനൽ ചർച്ചകളിൽ വന്ന് ചോദിക്കുന്നത് നമ്മളിപ്പോൾ കാണുകയാണ്. ഒരു ലജ്ജയും ഇല്ലാതെ അവർ ചോദിക്കും, ഞങ്ങളുടെ വിശ്വാസികളോടാണ് പറയുന്നത്, അതിന് നിങ്ങൾക്കെന്താ? അപ്പം ഞങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് വേറിട്ടൊരു സാധനമാണ്. ഞങ്ങളുടെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെയല്ല, ഞങ്ങൾ വേറെയാണ് എന്ന് ഇവർ പറഞ്ഞു വെക്കുകയാണ് അല്ലേ? ഞങ്ങളുടെ വിശ്വാസികളോടാണ് പറയുന്നത്. അവർ ഇഷ്ടമുണ്ട് കേൾക്കട്ടെ, കേൾക്കാതിരിക്കട്ടെ. അതിന് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളും നിങ്ങളും വേറെയാണ് എന്നിവർ പറയുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടാനില്ല എന്ന് പരസ്യമായി ഇവർ ഒരു ഘട്ടത്തിൽ പറയും. എന്താ പിന്നെ നിങ്ങൾ കൂടണ്ട, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അയ്യോ ഞങ്ങളെ ഇരയാക്കുന്നേ എന്ന് പറയും. ഇല്ലേ? ഇതാ സംഭവിക്കുന്നത്. ആരെങ്കിലും പറയുകയാണ് നിങ്ങൾ ഞങ്ങളെപ്പോലെ അല്ലാത്ത കാരണം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വേണ്ട, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണ്ട, ഞങ്ങളുള്ളിടത്ത് വേണ്ട
എന്ന് പറയുന്നത് തെറ്റാണ്, തെറ്റ് തന്നെയാണ്, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലോ ഇരവാദം. അപ്പോൾ ഇവർക്ക് എന്തും ചെയ്യാം. ഇത് പറയുന്നത് നേരത്തെ പറഞ്ഞില്ല, സ്വത്തവകാശം കൊടുക്കുന്നില്ല. സ്ത്രീക്ക് ഈ പൊതു ഇടങ്ങളിൽ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ല, സ്ത്രീ ഉറക്ക പാട്ട് പാടാൻ പാടില്ല, നൃത്തം ചെയ്യാൻ പാടില്ല, ഇതെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം പറയും. ഇപ്പം നമ്മൾ ഈ പതുക്കെ കേരളത്തിൽ ഈ മതപണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്നു. ഇപ്പം മാത്രം ഉണ്ടായല്ല, ഇബ്രാഹിം സഖാഫി മാത്രമൊന്നുമല്ല ഇങ്ങനെ വന്നിരിക്കുന്നത്. മുമ്പും ഇതേ മനോഭാവമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. കാരണം അന്ന് തൊട്ട് ഇന്ന് വരെ വായിച്ചു വരുന്ന പുസ്തകം ഒന്ന് തന്നെയാണ്, അല്ലേ? അവരുടെ മതവിശ്വാസം പ്രകാരമുള്ള കാര്യം അത് ഇന്നുണ്ടായതല്ല, ഇന്നലെയും ഉണ്ടായിരുന്നു, മിനിഞ്ഞാന്നും ഉണ്ടായിരുന്നു, അതിൻ്റെ തലേന്നും ഉണ്ടായിരുന്നു ഈ വിശ്വാസങ്ങൾ. പക്ഷെ അന്നൊക്കെ പരസ്യമായി പറയാൻ ഒരു ഭയമുണ്ടായിരുന്നു. അല്ല, ഭയത്തിനപ്പുറത്തേക്ക് സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടലും ഇത്രയും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരറ്റത്തുനിന്ന് ഇങ്ങേ അറ്റം വരെ ഇത് എത്തുന്ന വളരെ പെട്ടെന്നല്ലേ എത്തുക? വളരെ പെട്ടെന്ന് എത്തുന്നു. പക്ഷെ മാത്രമല്ല, അന്നവർക്ക് ഇത് പറയാൻ, ഞാൻ പറയട്ടെ, ഒരു 15 വർഷം മുമ്പ് ഈ SYS അല്ലെ ഇതെന്ന് പറഞ്ഞ അവർ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഈ സുന്നി കാന്തപുരം കേട്ടിട്ടുണ്ട്. അവരൊക്കെ പരസ്യമായി കേരളത്തിൽ ആ കളക്ടറെ അവിടെ നിയമിക്കാൻ പാടില്ല, ഉടൻ മാറ്റിയിരിക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു 10-15 വർഷത്തിനിടയ്ക്ക് ഇവരുടെ ശബ്ദം പ്രൊമിനൻ്റ് ആവുന്നു, മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അത് പ്രസിദ്ധീകരിക്കേണ്ടി വരുന്നു, ഇവരുടെ ജാഥകളുടെ ചിത്രങ്ങൾ സഹിതം വിശദമായ വാർത്ത കൊടുക്കേണ്ടി വരുന്നു. കാരണം 10-15 വർഷത്തിനിടയ്ക്ക് ഇവരുടെ ശബ്ദം ശക്തമായിരിക്കുന്നു. കാരണം ആളെണ്ണം കൂടിയിട്ടുണ്ട്. ആളെണ്ണം കൂടിയതുകൊണ്ട് ഇവരുടെ നിലപാടുകൾ ഉറക്കെ പറയുന്നു. പക്ഷേ ഈ പറഞ്ഞത് ശരിയായില്ല. അപ്പോൾ ഭർത്താവ് മരിച്ചാൽ ഒരു സ്ത്രീ ഒരു മൂലയ്ക്ക് പോയി കുത്തിയിരിക്കണം, അവൾക്ക് പിന്നെ സന്തോഷം പാടില്ല എന്ന് പറയുന്നത് പോലെ പിന്തിരിപ്പനായ ഒരു കാര്യം ഈ നാട്ടിൽ പറഞ്ഞിട്ടും കേരളത്തിലെ പുരോഗമനം, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാത്തത് കാരണം, ഈ യുവതികളെ കയറ്റാത്തത് കാരണം പിണറായി വിജയൻ എത്ര ദിവസം ഉറങ്ങിയില്ലെന്നറിയാമോ? അവരുടെ കൂടെ കൈപിടിക്കാൻ എത്ര അല്ല, ആ ഉറങ്ങാത്ത, ശബരിമലയിൽ കയറാൻ അവസരം കിട്ടാത്ത യുവതികളെ ഓർത്ത് ഉറക്കത്തിൽ ഞെട്ടി എണീക്കുകയും വിറകൊള്ളുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്ത പിണറായി വിജയൻ സഖാവ് ഇബ്രാഹിം സഖാഫിയുടെ പ്രസംഗം കേട്ടില്ലേ? ഗണപതി മിത്താണെന്ന് പറയുന്ന ഷംസീർ കേട്ടില്ലേ? എന്താ പ്രതികരിക്കാത്തത്? പ്രതികരിക്കാൻ പറ്റില്ല, പ്രതികരിക്കത്തില്ല. കാരണം ഇവർക്ക് അവരെ പേടിയാണ്. ഇപ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ വലിയൊരു തമാശ, ഏഷ്യാനെറ്റ് പോലെയുള്ള മാധ്യമങ്ങൾ ഈ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. അത് വലിയ മാറ്റമാണ്. കാരണം നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മളെ പോലുള്ള സോഷ്യൽ മീഡിയ ഇവർ മുക്കി വെച്ചാലും അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. നമ്മൾ കൊണ്ടുവരും, പുറത്തു കൊണ്ടുവരും. ചോദിക്കും, എന്തിനാണ് നീയൊക്കെ ചാനൽ കിടന്നത്, നിനക്കൊക്കെ പേടിയാണോ എന്ന് ചോദിക്കും. അങ്ങനെ ചൂളി ചമ്മി ഇപ്പോൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങളും കാണിക്കുന്നത്. എന്നിട്ട് തൃത്താലയിലെ സാധനം കാണിച്ചില്ല കേട്ടോ, അത് കാണിച്ചില്ല. അതിനുള്ള ധൈര്യം ആയിട്ടില്ല, അത് ആയി വരുന്നേ ഉള്ളൂ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. എന്തായാലും ഈ ശക്തിമരുന്ന്, ഡിങ്കൻ ശക്തിമരുന്ന് കഴിച്ചതുപോലെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ടെലിവിഷൻ ചാനലിൽ ശകലിച്ച ശക്തിമരുന്ന് കഴിക്കുന്നുണ്ട്. ഏതായാലും ഈ സ്ത്രീ 25 വയസ്സിൽ അവരുടെ ഭർത്താവ് മരിച്ചു. ഇപ്പോൾ അവരുടെ മക്കൾക്ക് ഒരു മകളുടെ പേര് ജിഫ്ന എന്ന് പറയുന്ന മകൾ പറയുന്നു, ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീ ലോകം കാണാൻ അവകാശമില്ലേ എന്ന് ജിഫ്ന ചോദിക്കുന്നു. ജിഫ്നയ്ക്ക് കൂടിപ്പോയ ഒരു 30 വയസ്സ് പരമാവധി അല്ല ഉണ്ടാകുന്നത്, പരമാവധി 30 വയസ്സേ ഉണ്ടാകത്തുള്ളൂ. 25 വയസ്സിൽ ഈ കുഞ്ഞായിരുന്നു ഈ കുട്ടി. കൂലിവേല ചെയ്താണ് ഈ നഫീസ ഈ ജിഫ്നയും മറ്റു പെൺമക്കളെയും വളർത്തിയത്. അവർ വിവാഹം കഴിച്ചു, അവർക്കൊരു വരുമാന മാർഗം ഉണ്ടായപ്പോൾ അവർ പോകുന്നിടത്ത് കൊണ്ടുപോയി. അമ്മയ്ക്കൊന്ന് സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് ചോദിച്ചു. അമ്മ എന്നും അടുക്കളയുടെ മൂല ഇരിക്കണം എന്ന് പറഞ്ഞാൽ ആ മക്കൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഈ ഇബ്രാഹിം സഖാഫിയുടെ ഭാര്യ അങ്ങ് മരിച്ചു പോയാൽ ഇയാൾ അടുക്കളയുടെ മൂല കയറിയിരിക്കുമോ? ഇല്ല, വീണ്ടും പിറ്റേ ദിവസം അടുത്ത ഭാര്യയെ കിട്ടാൻ ഒരു ഭാര്യ അല്ലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുമല്ലോ. അത് ഇവർ തന്നെ പറയുന്നുണ്ട്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ സ്ത്രീ അവിടെ നിന്ന് വെച്ച് ഐസ് ക്യൂബ് ഒക്കെ എടുത്ത് മുകളിലോട്ട് എറിഞ്ഞിട്ട് പറയുന്നു, അടുത്തുള്ള വീട്ടിലെ നിങ്ങളും വരൂ, നിങ്ങളൊക്കെ അവിടെ ഇരുന്നോളൂ, കണ്ടോ എന്ന് പറയുന്നല്ലേ ഉള്ളിൽ നിന്നുള്ളത് അല്ലേ? അപ്പൊ അത് വലിയ കുഴപ്പമാണ്. നിങ്ങൾ ബാക്കിയുള്ള ദീനികളായ മൂലയിലിരിക്കുന്ന പാവപ്പെട്ട സ്ത്രീകളെ കൂടെ നിങ്ങൾ വിളിച്ച് വഴിതെറ്റിക്കുന്നു. നിങ്ങൾ വിറകുപുള്ളി പോലെ ആയിപ്പോ. അവസാനം മറ്റേ ഷിറാത്ത് പാലത്തിൽ കൂടെ കയറി പോകുമ്പോണ്ടല്ലോ, നീയൊക്കെ നരകത്തിൽ വീണ് കത്തിക്കരിഞ്ഞു പോകും. എന്തൊരു കഷ്ടമാണ്. ഭർത്താവ് മരിച്ചാൽ ഒരു സ്ത്രീയുടെ ജീവിതം അതോടെ അവസാനിക്കുന്നു, അല്ലെങ്കിൽ അവസാനിക്കണം. പിന്നെ അവൾ വീടിൻ്റെ മൂലയിൽ ഇരുളും വെളിച്ചവും കടക്കാത്ത, ഇരുട്ട് പോലും കടക്കുകയല്ല. ഞാൻ പറയാം, ഇരുളിന് കയറി വരണമെങ്കിൽ ഒരു വഴി ഉണ്ടാവണം അല്ലേ? ജീവിതം അടഞ്ഞു പോയ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ, ഇന്ത്യയിലെ സ്ത്രീ മാറണം എന്ന് കരുതുന്ന വൃത്തികെട്ട മനുഷ്യർ
ഏതു മതത്തിലുണ്ടായാലും അവരൊക്കെ സാമൂഹ്യ വിരുദ്ധന്മാരെന്നല്ലാതെ പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് അതിശയമില്ല, കേരളത്തിൽ ഇനി ഇതിലേറെ സംഭവിക്കും. ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും സ്ത്രീകൾ നടന്നാൽ അവരെ പരസ്യമായി ചട്ടവാറടിക്കുന്ന സംഭവം കേരളത്തിലുണ്ടാവും. പക്ഷെ ഇപ്പം ഈ മകള് ചോദിച്ച പോലെ ദിക്റും സ്വലാത്തും ഒക്കെ പുരുഷന്മാർക്ക് ബാധകമല്ലേ എന്ന് ചോദിക്കാൻ കഴിയുന്ന ആർജവമുള്ള സ്ത്രീകളും അതിനകത്തുണ്ട്. ഒറ്റപ്പെട്ട ശബ്ദമില്ലേ? പക്ഷെ വേറെ കാര്യമുണ്ട്, ആ മകൾ മറ്റൊന്നുകൂടെ പറയുന്നുണ്ട്, നഫീസയ്ക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, നഫീസയ്ക്ക് കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല. അവിടെയൊക്കെ ചോദിക്കുമ്പോൾ ഉസ്താദ് നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉസ്താദ് പറഞ്ഞതാണ് ശരി എന്ന് കരുതുന്ന പാവപ്പെട്ട നിഷ്കളങ്കരായ, ഉസ്താദ് പറഞ്ഞാൽ തെറ്റിക്കാൻ പാടില്ല എന്ന് കരുതുന്ന പാവങ്ങളായ സാധു സ്ത്രീകൾ ഈ സമുദായത്തിലുണ്ട്. അതുകൊണ്ട് അവർ നഫീസയ്ക്ക് നേരെ വിരൽ ചൂണ്ടും. അതാണ് മതം വന്ന് മതത്തെ, ബുദ്ധിയെ, മതിയെ ബാധിച്ചിരിക്കുക. മതിയെ ബാധിച്ച കുറേ ആളുകൾ ഉള്ളതുകൊണ്ട് ഈ ഇബ്രാഹിം സഖാഫിയൊക്കെ വലിയ മഹാന്മാരായി വീണ്ടും വാഴ്ത്തപ്പെടും. അവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ ഒരു സാംസ്കാരിക നായയും ഉണ്ടാവത്തില്ല, ഒരു ഭരണാധികാരിയും ഉണ്ടാവത്തില്ല. മുസ്ലിം ലീഗെങ്കിലും പറയണ്ടേ? കഷ്ടമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.